കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒരു പോസ്റ്ററിന്റെ പിറകിലാണ്. ആ പോസ്റ്റർ പക്ഷേ കർണാടകയിലുള്ളതാണ് എന്നതാണ് മറ്റൊരു കാര്യം. കർണാടകയിലെ ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ മരുമകനുമായ ഡോക്ടർ CN മഞ്ജുനാഥിന്റെ പോസ്റ്ററാണ് കേരളത്തിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് പ്രചരിപ്പിക്കുന്നത്? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ. എന്താണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഈ പോസ്റ്ററിൽ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ 2 നേതാക്കളുടെ ഫോട്ടോയും കൂടിയുണ്ട്. അത് ജനതാദൾ നേതാക്കളായ കൃഷ്ണൻകുട്ടി മന്ത്രിയാണ്, LDF സർക്കാരിലെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രവും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസിന്റെ ചിത്രവും, ഈ 2 ചിത്രവും കൂടി ചേർത്തിട്ടാണ് ഈ പോസ്റ്റർ കേരളത്തിൽ പ്രചരിക്കുന്നത്. എന്താണ് പറയുന്നത്? കർണാടകയിൽ ജനതാദൾ S BJPയോടൊപ്പമാണ്. ആ ജനതാദൾ Sന്റെ BJPയോടൊപ്പമുള്ള ജനതാദൾ Sന്റെ നേതാക്കളുടെ കൂടെ കേരളത്തിലെ നേതാക്കളുടെ ചിത്രവും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ ജനതാദൾ S LDFനോടൊപ്പമാണ്. LDFനോടൊപ്പം എങ്ങനെ ഇവർ നിൽക്കുന്നു? അത് BJPയും CPMഉം തമ്മിലുണ്ടാക്കിയ അന്തർധാരയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ, അതല്ലെങ്കിൽ കർണാടകയിൽ BJPയുടെ സഖ്യകക്ഷിയായ ജനതാദൾ S കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ പോസ്റ്റർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥ പോസ്റ്ററാണോ? അല്ല എന്ന തെളിവുകൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. യഥാർത്ഥ പോസ്റ്ററിൽ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രങ്ങളില്ല. യഥാർത്ഥ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നു. യഥാർത്ഥ പോസ്റ്റർ ഈ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ കുറിപ്പോട് കൂടിയാണ് ഫേസ്ബുക്ക് പേജ് ഈ പോസ്റ്റർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കൺവെൻഷൻ നടക്കുന്നു, സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ നടക്കുന്നു. ആ കൺവെൻഷനിൽ എല്ലാവരും പങ്കെടുക്കണം. സ്ഥാനാർത്ഥിയായ ഡോക്ടർ CN മഞ്ജുനാഥിനെ വിജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങണം, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഒന്നിച്ചിറങ്ങണം എന്ന കുറിപ്പോട് കൂടിയാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയായ ഡോക്ടർ CN മഞ്ജുനാഥ്. ആ പോസ്റ്റർ എടുത്ത് ആ പോസ്റ്ററിൽ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ഫോട്ടോയും കൂടി ചേർത്ത് മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ പോസ്റ്റർ പുറത്തു വന്ന ഉടനെ, ഈ പോസ്റ്റർ എന്ന് വെച്ചാൽ കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസും കൂടിയുള്ള BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പുറത്തു വന്ന ഉടനെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്തയുണ്ട്. BJP പോസ്റ്ററിൽ കേരളത്തിലെ JDS നേതാക്കൾ മന്ത്രി K കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ബംഗളൂരുവിലെ പോസ്റ്ററിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്ററും പങ്കുവെച്ച് അതിനോടുകൂടി വലിയ കാർഡും ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്തത്. BJP പോസ്റ്റർ LDF മന്ത്രിയും നേതാക്കളും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഏഷ്യാനെറ്റ്. അത് കഴിഞ്ഞ് നേരെ മാതൃഭൂമിയിലേക്ക് വന്നാലോ? മാതൃഭൂമി കൊടുത്തിരിക്കുന്ന വാർത്ത എങ്ങനെയാണ്? കർണാടക BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരള മന്ത്രിയും JDS നേതാക്കളും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസിന്റെ വാർത്ത. അത് കഴിഞ്ഞ് മലയാള മനോരമയിലേക്ക് വന്നാൽ, മനോരമ ന്യൂസിലേക്ക് വന്നാൽ ഇതേ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നു മനോരമ. കർണാടകയിൽ BJP പോസ്റ്ററിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. അതേപോലെ മാധ്യമം കൊടുത്തിരിക്കുന്ന പോസ്റ്റർ അതിങ്ങനെയാണ്: BJP പോസ്റ്ററിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസ് MLAയും JDS കേരള ഘടകം വെട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളും എല്ലാം ഈ വാർത്ത രാവിലെ മുതൽ ആഘോഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അല്പമെങ്കിലും പത്രപ്രവർത്തനത്തിന്റെ ധാർമ്മികത പുലർത്തുന്നുണ്ട് എങ്കിൽ കൃഷ്ണൻകുട്ടിയുമായി വിളിച്ചു ചോദിക്കാം, അതല്ലെങ്കിൽ മാത്യു ടി തോമസിനെ ബന്ധപ്പെടാം. വാർത്ത കൊടുത്തതിന് ശേഷമാണ് ഇവരെയെല്ലാം ബന്ധപ്പെടാൻ ഇവർ തയ്യാറായത് എന്നുകൂടി ഓർക്കണം. അതല്ലെങ്കിൽ ഈ ന്യൂസ് ചാനൽ എല്ലാം ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അവരോട് ഈ പോസ്റ്റർ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞാൽ തന്നെ ഇത് അവിടെ ഫോട്ടോഷോപ്പിലൂടെ കൂട്ടിച്ചേർത്തതാണ് എന്ന് വ്യക്തമായും മനസ്സിലാകും. അത്ര പോലും പരിശോധന നടത്താൻ തയ്യാറല്ലാതെയാണ് ഈ വാർത്ത, ഈ പോസ്റ്റർ എല്ലാ മാധ്യമങ്ങളും രാവിലെ മുതൽ പ്രചരിപ്പിച്ചതും എല്ലാ മാധ്യമങ്ങളും ഹെഡ്ലൈൻ വാർത്ത നൽകുകയും ചെയ്തത്. അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇപ്പോൾ DGPക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് മാത്യു ടി തോമസ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, കർണാടകത്തിലെ ഒരു BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പുറത്തിറങ്ങിയ പ്രചരണ പോസ്റ്ററിൽ കേരളത്തിൽ നിന്നുള്ള എന്റെയും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങൾ ചേർത്തിരിക്കുന്നു എന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുകയാണ്. ഒരു BJP സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു.
ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. BJPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കുവാൻ ജനതാദൾ എസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ തയ്യാറായപ്പോൾ ആ നീക്കത്തോടൊപ്പം കേരളത്തിലെ ജനതാദൾ എസ് ഉണ്ടാവില്ല, ആ തീരുമാനത്തെ ഞങ്ങൾ തിരസ്കരിക്കുന്നു എന്ന് അർത്ഥശങ്കയില്ലാതെ വണ്ണം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാ ജനതാദൾ എസ് പ്രവർത്തകരും. ആ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരുടെ മനോവീര്യം തകർത്ത് കളയാൻ വേണ്ടി മനഃപൂർവ്വമായി കൃത്രിമമായി സൃഷ്ടിച്ച ചില പോസ്റ്ററുകളാണ് നവമാധ്യമങ്ങളിലൂടെ ചില എതിർ കക്ഷികൾ പ്രചരിപ്പിക്കുന്നത്. യാതൊരു അടിസ്ഥാനവും അത്തരത്തിലുള്ള പോസ്റ്ററിനില്ല. കേരളത്തിലെ ജനതാദൾ എസ് BJPക്കും കോൺഗ്രസിനുമെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി ശക്തമായി പോരാടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി തന്നെ തുടരുകയും ചെയ്യും. ആരാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയത്? കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിനകത്തേക്ക് കേരളത്തിലെ JDS നേതാക്കളെ ഫോട്ടോയും കൂടി ചേർത്ത് വെച്ച് തയ്യാറാക്കിയ പോസ്റ്റർ എവിടെ നിന്നാണ് തയ്യാറാക്കിയത്? അത് ആരാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുത്തത്? തുടങ്ങിയ വിവരങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ ലഭിച്ച വിവരമനുസരിച്ച് കോൺഗ്രസിന്റെ IT സെല്ലിൽ നിന്നാണ് ഈ പോസ്റ്റർ പുറത്തേക്ക് പോയത്. ആ സെല്ലിൽ വെച്ചാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കിയെടുത്തത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. DGPക്ക് ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. DGP ഈ പോസ്റ്ററിനെ കുറിച്ച് അന്വേഷിക്കും. ഇതിന് പിറകിൽ ആരാണ് എന്ന് കണ്ടെത്തും. സ്വാഭാവികമായും ചെന്നെത്തുക കോൺഗ്രസിന്റെ IT സെല്ലിലേക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതോടൊപ്പം തന്നെ ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾ, അവരാണ് ഒന്നാം പ്രതി. ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ IT സെല്ലിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം, ഒരു ഫോട്ടോ, അത് അതേപടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രാഥമികമായ ഒരു പരിശോധന നടത്താൻ പോലും തയ്യാറായില്ല എന്ന് വെച്ചാൽ ഇവർ എത്രമാത്രം UDFന് കോൺഗ്രസ്സുകാർക്ക് അടിമകളാണ് എന്ന ചോദ്യവും കൂടി അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഈ അടിമപ്പണി ഇനിയെങ്കിലും നിർത്താൻ തയ്യാറായില്ലെങ്കിൽ ഇതുപോലെ ഇനിയും കുടുക്കിൽ ചെന്ന് ചാടും ഈ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ എന്നേ പറയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, രാവിലെ മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റർ എന്ന് വെച്ചാൽ ജനതാദൾ എസിന്റെ നേതാക്കളായ കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കർണാടകയിലെ BJP പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രചരിപ്പിക്കുന്ന പോസ്റ്റർ കള്ളമാണ്, വ്യാജമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒറിജിനൽ പോസ്റ്റർ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ തട്ടിപ്പ് പോലീസ് അന്വേഷിച്ച് ഇതിന്റെ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തണം. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ പിടിവീണില്ല എങ്കിൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പോസ്റ്ററുകളായിരിക്കും, ആയിരക്കണക്കിന് വ്യാജ വാർത്തകളായിരിക്കും നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരിക. അതെല്ലാം തയ്യാറാക്കാൻ IT സെൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. സുനിൽ കനോഗുലു തയ്യാറായി നിൽക്കുന്നുണ്ട് KPCC ഓഫീസിൽ.